ചൈനയിലെ ജനങ്ങൾ ഇപ്പോൾ അതീവ അസ്വസ്ഥരാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. ആളൊഴിഞ്ഞ ഷോപ്പിംഗ് മാളുകൾ, അപ്പാർട്ട്മെന്റുകൾ, നിർത്തിവെക്കപ്പെട്ട നിർമ്മാണശാലകൾ എന്നിങ്ങനെ ചൈനയുടെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ ഈ പ്രതിസന്ധി വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം ചൈനയുടെ പൊതുകടം തന്നെയാണ്. ഇത് ചൈനയുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തിന്റെ 300% കൂടുതലാണ്. അതായത് GDPയുടെ 3 ഇരട്ടി എന്നുവെച്ചാൽ ഏകദേശം 4700 ലക്ഷം കോടി രൂപ. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് ഓരോ ദിവസവും വർദ്ധിക്കുന്നുമുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ ഇതിനിടയിൽ ആഗോള വ്യാപാര യുദ്ധം കൂടി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പോയാൽ ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക മാന്ദ്യ സാധ്യത വർദ്ധിപ്പിക്കും. ഇനി ഇതിനെ നേരിടാൻ ചൈനീസ് സർക്കാരിന്റെ ശ്രമങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുന്നതിന് മുമ്പായി ഇത്രയും കടം എവിടെ നിന്ന് വന്നു എന്നൊന്ന് പരിശോധിക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയിലെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട ഹൈസ്പീഡ് ട്രെയിനുകളാണ്. ലോകരാജ്യങ്ങൾ അസൂയയോടെ നോക്കിക്കാണുന്ന ഈ ട്രെയിൻ സർവീസുകളുടെ പൊലിപ്പിച്ച വാർത്തകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ ഇരുണ്ട വശം ചൈനീസ് സർക്കാർ തന്നെ മൂടിവെക്കുകയാണ്. ഇതിനായും ചൈനീസ് ഗവൺമെൻറ് കോടികൾ ചെലവഴിക്കുന്നുണ്ട്. കുറച്ചു പുറകിലേക്കൊന്ന് പോയാൽ, അതായത് 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് രാജ്യങ്ങൾ വലഞ്ഞ സമയം. ഫാക്ടറികൾ പൂട്ടുന്നു, വാണിജ്യ സ്ഥാപനങ്ങൾ കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ സമയം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈന ചെയ്തത് രാജ്യത്തുടനീളം സർക്കാർ നേതൃത്വത്തിൽ അതിമനോഹരമായ ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കുകയാണ്. സർക്കാരിനൊപ്പം ജനങ്ങളുടെ സഹകരണം കൂടിയായപ്പോൾ അതൊരു വിജയ പദ്ധതിയായി മാറുകയായിരുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ ശൃംഖലയാണ് ചൈനയുടേത്. 2025 അവസാനത്തോടെ ഏകദേശം 48,000 കിലോമീറ്റർ ഹൈസ്പീഡ് റെയിൽവേയാകും ചൈനയ്ക്ക്. രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളെയും ഇതുമൂലം ബന്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇങ്ങനെ ബന്ധിപ്പിക്കുന്നതിനുപരിയായി പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയെ ഈ പദ്ധതി കൊണ്ട് ഉത്തേജിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. ദശലക്ഷക്കണക്കിന് ആളുകളെ ജോലിയിലേക്ക് തിരികെ എത്തിക്കുകയും കോൺക്രീറ്റിനും സ്റ്റീലിനുമുള്ള ആവശ്യകത കൂട്ടുകയും ചെയ്തു. തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുകയും തൊഴിൽ നഷ്ടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് വലിയൊരു ബാധ്യതയാവുകയാണ് ചൈനയ്ക്ക്. കാരണം ഇതിനുവേണ്ടി ചിലവഴിച്ച ഭീമമായ തുക തന്നെയാണ്. തിളങ്ങുന്ന സ്റ്റേഷനുകളും ട്രെയിനും ചൈനയ്ക്ക് ഉണ്ടാക്കിക്കൊടുത്തത് അതിഭീകരമായ സാമ്പത്തിക ബാധ്യതയാണ്. ട്രെയിൻ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഈ തുകയുടെ പലിശ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പ്രധാന നഗരങ്ങളിൽ യാത്രക്കാരുടെ തിരക്കും അതുവഴി വരുമാനവും വരുന്നുണ്ടെങ്കിലും താരതമ്യേന ചെറിയ പട്ടണങ്ങളിൽ യാത്രക്കാരില്ലാതെ കാലിയായി ഓടേണ്ട അവസ്ഥയാണ്. നിർമ്മാണ ചെലവിന് പുറമെ ട്രെയിൻ ഓടുന്നതിനായി ഓരോ ദിവസവും ഇലക്ട്രിസിറ്റിയും സ്റ്റാഫിനുള്ള ശമ്പളവും മറ്റു ചിലവുകൾക്കുമായി ഒരു സംഖ്യ മാറ്റിവെക്കേണ്ടിയും വരുന്നു. ഈ പദ്ധതിക്കായി പണം മുടക്കിയത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, റെയിൽവേ ലൈൻ പോകുന്ന സ്ഥലങ്ങളിലെ പ്രാദേശിക ഭരണകൂടവും ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പട്ടണങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ഭരണകൂടങ്ങൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുകയാണ്. സാധാരണ ട്രെയിനുകളെ വെച്ച് നോക്കിയാൽ ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കും കൂടുതലാണ്. എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് വേഗത അല്പം കുറഞ്ഞാലും ചെലവ് കുറഞ്ഞ യാത്രാമാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വേഗത കുറഞ്ഞ യാത്രാമാർഗം ഉപയോഗിച്ചാൽ ഏകദേശം 20 ചൈനീസ് യുവാൻ കൊടുക്കേണ്ട സ്ഥാനത്ത് ഹൈസ്പീഡ് ട്രെയിനിന് നൽകേണ്ടി വരുന്നത് 100 യുവാനോളമാണ്. ഇതിനിടയിൽ 2 ഹൈസ്പീഡ് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 40 പേരോളം മരിക്കുകയും 200-ൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ യാത്രക്കാരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. ഇതിനുശേഷം സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും വർദ്ധിപ്പിച്ചതോടെ ചിലവ് വീണ്ടും കൂടുകയാണ് ചെയ്തത്. ഇതിനു പുറമെ നിർമ്മാണത്തിലെ അഴിമതിയും പുറത്തുവന്നു. ഏറ്റവും പുതിയതായി AI സാങ്കേതിക വിദ്യ കൂടി കോർത്തിണക്കിയതോടെ സർവീസ് കൂടുതൽ സ്മാർട്ടായെങ്കിലും നമ്മുടെ KSRTCയെ പോലെ ഗവൺമെന്റിന് എന്നും ഒരു ബാധ്യതയായി മാറുകയാണ് ചെയ്തത്. ഇതോടെ വിപുലീകരണ പ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളും മന്ദഗതിയിലാക്കിയിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. പക്ഷേ ഈ തീരുമാനം സ്റ്റീൽ നിർമ്മാണ കമ്പനികൾക്കും മറ്റ് റെയിൽവേക്ക് ആവശ്യമായ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കും തിരിച്ചടിയായി. ഇത്തരം കമ്പനികൾ കുഴപ്പത്തിലായതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും തുടങ്ങി. 2025 ആദ്യപാദത്തിൽ നഗരങ്ങളിലെ തൊഴിലില്ലായ്മ ഉയർന്ന് 5.3% എത്തുകയും ചെയ്തു. ഒരു കാലത്ത് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ചൈനയെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തിയ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതി ഇന്ന് ചൈനയെ മറ്റൊരു മാന്ദ്യത്തിലേക്ക് തള്ളിയിടുന്ന കാഴ്ചയാണ് കാണുന്നത്. ചൈനയുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധിയും ഒരു കാരണമാണ്. ചൈനയുടെ സമ്പദ്ഘടനയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ജനങ്ങൾ കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നതിനും അപ്പാർട്ട്മെന്റുകളും ബിൽഡിംഗ് സമുച്ചയങ്ങളും അതിവേഗം നിർമ്മിക്കപ്പെടുന്നതിനും കാരണമായി. ഇതിനായി ബിൽഡർമാർ ബാങ്കുകളിൽ നിന്ന് ധാരാളം വായ്പയും എടുക്കാൻ തുടങ്ങി.
എന്നാൽ രാജ്യം മാന്ദ്യത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയതോടെ നിർമ്മിച്ച ബിൽഡിങ്ങുകൾ വിൽപ്പനയാവാതെ രാജ്യത്തെ പ്രധാന ബിൽഡർമാരായ എവർറാൻഡിനെയും കൺട്രി ഗാർഡനെയും പോലുള്ളവർ കടക്കണിയിലായി. ഇതോടെ വായ്പ നൽകിയ ബാങ്കുകളും വിട്ടു. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിലത്തകർച്ചയിലേക്കും തൊഴിൽ നഷ്ടത്തിലേക്കും നയിച്ചു. ഇത്തരത്തിലുള്ള പ്രതിസന്ധി മറികടക്കുന്നതിനായി ഗവൺമെന്റ് തന്നെ നേരിട്ടിറങ്ങി വിൽപ്പനയാകാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ വാങ്ങുന്നതിനായി കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചു. ഈ നടപടി ഗവൺമെന്റിനെ കൂടുതൽ കടത്തിലാക്കാനേ സഹായിച്ചുള്ളൂ. നിലവിൽ ബാങ്കുകൾക്ക് വായ്പകൾ നൽകുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ കൂടുതൽ തകർച്ചയിലേക്ക് പോകില്ലെങ്കിലും നഷ്ടപ്പെട്ടത് മറക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ ചൈനയിലെ യുവാക്കളുടെ കുറവും സാധന സാമഗ്രികളുടെ, പ്രത്യേകിച്ച് താമസ സൗകര്യങ്ങളുടെയും യാത്രാ സൗകര്യങ്ങളുടെയും ആവശ്യകതയെ പ്രതീക്ഷിച്ച തോതിൽ വർദ്ധിപ്പിച്ചില്ല. ഇത്തരം പ്രതിസന്ധി മറികടക്കുന്നതിന് ചൈനീസ് ഗവൺമെന്റിന്റെ കയ്യിലെ മറ്റൊരു മാർഗമാണ് ആയുധ കച്ചവടം. ഇതിനിടയിൽ ഉണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങൾ അവർക്ക് ചെറിയ തരത്തിൽ പ്രതീക്ഷയും നൽകിയിരിക്കുന്നു. കൂടാതെ അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിനു പുറമെ ചൈനയുടെ പാകിസ്ഥാനും ഒന്നിച്ചുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയും വലിയൊരു പ്രതീക്ഷയാണ്. നിലവിൽ ലോകത്തിന്റെ ഫാക്ടറിയായ ചൈനയുടെ ഈ അവസ്ഥ നീണ്ടാൽ ലോകത്താകമാനവും അതിന്റെ ആഘാതങ്ങൾ സൃഷ്ടിക്കും.